ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. സോ ഒരു ടിപ്പിക്കൽ ഒപ്പാമ്പിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആൻഡ് ഐഡിയൽ ഒപ്പാമ്പ് ഷുഡ് ഹാവ് ആൻ ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 90 dB ആണെങ്കിൽ, ഒരു DC സിഗ്നലിന് അതായത് 0 ഹെർട്സിന് 90 dB ആണെങ്കിൽ എന്താണ്, ആ DC സിഗ്നലിന് മുതൽ ഏതൊരു ഫ്രീക്വൻസി, സേ ഓഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹയർ റേഡിയോ ഫ്രീക്വൻസി വരെ പോയാലും ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ സെയിം 90 dB ഗെയിൻ. അതാണ് ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പ്രാക്ടിക്കൽ ഒപ്പാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ ഒരിക്കലും ഈ ഒരു എന്താ പറയുക സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ഒരു സെയിം ഗെയിൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ആസ് എ ഫ്രീക്വൻസി ഇൻക്രീസസ്, ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകുമ്പോഴത്തേനും ഗെയിൻ ഡിക്രീസസ്. ആ ഡിക്രീസ് ഇൻ ഗെയിൻ നമ്മൾ പറയുന്നത് ഗെയിൻ റോൾസ് ഓഫ് എന്നാണ് പറയുന്നത്. ഈ ഒരു ടേമാണ് നമ്മൾ ആ ഡിക്രീസ് ഇൻ ഗെയിനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഗെയിൻ റോൾസ് ഓഫ് അറ്റ് ഹയർ ഫ്രീക്വൻസീസ്. അപ്പോൾ ഹയർ ഫ്രീക്വൻസീസിൽ എത്തുമ്പോഴത്തേനും ഒപ്പാമ്പിൻ്റെ ഗെയിൻ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്തായാലും സർട്ടൺ ആയിട്ടും എന്തുണ്ടാവണം, ഒരു കപ്പാസിറ്റീവ് കോമ്പണൻറ്റ് ആ ഒപ്പാമ്പ് സർക്യൂട്ടിൽ ഉണ്ടാവണം. നോർമലി നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് ലൈക്ക് BJT അല്ലെങ്കിൽ ഫെറ്റ് ആയിരിക്കും മെയിനായിട്ടും ഈ പറയുന്ന ഒരു കപ്പാസിറ്റീവ് കോമ്പണൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു ഒപ്പാമ്പിൽ ഒരു ബ്രേക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു കോർണർ ഫ്രീക്വൻസി, ബ്രേക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ കോർണർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഏത് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണോ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് കോർണർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്രേക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോർണർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഫ്രീക്വൻസിക്ക് കാരണമാകുന്നത് ഒരു കപ്പാസിറ്റർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ എലമെൻറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ടിപ്പിക്കൽ ഒപ്പാമ്പിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ, ഒരു കോർണർ ഫ്രീക്വൻസി ഉള്ള ഒരു ഒപ്പാമ്പിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ഔട്ട്പുട്ട് കൺസിസ്റ്റ് ഓഫ് എ കപ്പാസിറ്റർ C ആൻഡ് എ റെസിസ്റ്റീവ് എലമെൻറ്റ് R0. അപ്പോൾ ഈ രണ്ട് കോമ്പോണൻറ്റ്, ഈ R0/C എന്ന് പറയുന്ന ഫാക്ടറാണ് ഒപ്പാമ്പിൻ്റെ ഗെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണം. ആൻഡ് ദിസ് കോൺട്രിബ്യൂട്ട് എ പോൾ ടു ദി ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഒരു R0/C ഉണ്ടെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് എ പോൾ ടു ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് നൗ ദ ഗെയിൻ റെഡ്യൂസസ് അറ്റ് ദ റേറ്റ് ഓഫ് -20 dB per decade. ഓക്കെ, ഒരു കോർണർ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു R0C ഉണ്ടാവണം, ഒരു റെസിസ്റ്റർ ഒരു കപ്പാസിറ്റർ പെയർ ഉണ്ടാവണം. ആ ഒരു പെയർ ഉണ്ടെങ്കിൽ അത് ഗെയിനിനെ എത്ര വെച്ച് കുറയ്ക്കും, -20 dB per decade വെച്ചിട്ട് കുറയും. അപ്പോൾ ഓരോ R0C അല്ലെങ്കിൽ ഓരോ RC പെയർ ആഡ് ചെയ്യും തോറും ഈ റിഡക്ഷൻ ഇൻ ഗെയിൻ അല്ലെങ്കിൽ റോൾ ഓഫ് ഇൻ ഗെയിൻ എന്ന് പറയുന്ന അഡിറ്റീവായിട്ട് വരും. രണ്ട് R0C ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു R0C നെറ്റ്വർക്ക് ആയിരിക്കും, അതൊരു -20 dB വരും. വീണ്ടും ഒരു RC പെയർ കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോർണർ ഫ്രീക്വൻസി വരും. സോ അതിനും ഒരു -20 dB കാണും. പക്ഷേ അത് അഡിറ്റീവായിട്ട് പോവും. നേരത്തെ ഫസ്റ്റ് RC നെറ്റ്വർക്കിൻ്റെ ഒരു -20 dBയും രണ്ടാമത്തെ RC നെറ്റ്വർക്കിൻ്റെ ഒരു -20 dBയും കൂടെ ചേർത്ത് -40 dB ആയിരിക്കും ഗെയിൻ റോൾ ഓഫ് വരുന്നത്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഇത് ഇത്രയും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒരു R0C അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ പെയർ ഉണ്ടെങ്കിൽ ഒരു കോർണർ ഫ്രീക്വൻസി ഉണ്ടാവും. ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു a one pole to the open loop transfer function and the gain rolls off at the rate of -20 dB per decade. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒപ്പാമ്പിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതണം. ആൻഡ് ദി ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി ഒപ്പാമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ A is equal to output voltage V0 divided by VD. V0 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജും VD എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇൻപുട്ട്. നമ്മളിപ്പോൾ ഈ ഒരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, V0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജും VD എന്ന് പറയുന്ന ഡിഫറൻസ് വോൾട്ടേജ് V1 - V2. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ V0/VD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ -JXC into open loop gain A0L divided by R0 minus J into XC. Okay,
സോ V0/VD എന്ന് പറയുന്ന ഈ സർക്യൂട്ടിൽ നിന്ന് എടുക്കുന്നതാണ്. JXC എന്ന് പറയുന്നത് ആക്ച്വലി കപ്പാസിറ്റർ കോമ്പോണൻ്റ് ആണ്. ഇതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. സോ -JXC ഇൻറ്റു AOL എന്ന് പറയുന്ന ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഡിവൈഡഡ് ബൈ R0 മൈനസ് JXC. ഇവിടെ XC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ 1/ωc അല്ലെങ്കിൽ 1/2πfc. ഓക്കെ, സോ XC എന്ന് പറയുന്ന കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് 1/ωc എന്ന് വരും. സോ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് LCM ഒക്കെ എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഗെയിൻ ഇക്വേഷൻ ആസ് A ഇസ് ഈക്വൽ ടു AOL ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് J2πf ഇൻറ്റു R0 ഇൻറ്റു C എന്ന് കിട്ടും. ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ആൻ ഒപ്പാമ്പ് എന്ന് പറയുന്നത്. A ഇസ് ഈക്വൽ ടു A0L ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് J2πf R0 ഇൻറ്റു C. ഇതിൽ ഞാൻ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാണ്. ലെറ്റ് F1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി. ഓക്കെ, നമ്മൾ ഒരു R0C നെറ്റ്വർക്കേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോ ആ ഒരു RC പെയർ കാരണം ഉള്ള ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്രേക്ക് ഫ്രീക്വൻസിയാണ് F1. ലെറ്റ് F1 ബി ഗിവൺ ആസ് 1/2πR0 ഇൻറ്റു C. 1/2πR0 ഇൻറ്റു C. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2πR0 ഇൻറ്റു സിക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/F1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദി ഗെയിൻ ഇക്വേഷൻ ബിക്കംസ് A ഇസ് ഈക്വൽ ടു AOL ഡിവൈഡഡ് ബൈ 1 പ്ലസ് J ഇൻറ്റു F/F1. സോ F1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ കോർണർ ഫ്രീക്വൻസി. അതിനെ അപ്പർ 3 dB ഫ്രീക്വൻസി എന്നും പറയാറുണ്ട്. ഗെയിൻ ഫസ്റ്റ് റോൾ ഓഫ് ചെയ്യുന്ന ഒരു 3 dB ഗെയിൻ കുറയുന്ന ഫ്രീക്വൻസിയാണ് കോർണർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്രേക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ AOL ഡിവൈഡഡ് ബൈ √1 plus F/F1 the whole square. This is the magnitude of the open loop voltage gain, and the phase of the equation അല്ലെങ്കിൽ phase of the transfer function phi is given by minus tan inverse F/F1. So this is a magnitude and a phase of the transfer function. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഒപ്പാമ്പിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ഫേസ് റെസ്പോൺസ് ആണ്. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. നമ്മൾ ഗെയിനും ഫ്രീക്വൻസിയുമാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗെയിൻ റെസ്പോൺസും, രണ്ടാമത്തെന്ന് പറയുന്നത് ഫേസ് റെസ്പോൺസ്. ഫേസും ഫ്രീക്വൻസിയും കൂടി പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ സെമിലോഗ് പേപ്പറിലാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 0 Hz മുതൽ ഫ്രീക്വൻസി F1 എത്തുന്നത് വരെ ദ ഗെയിൻ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ് അല്ലേ? ദാറ്റ് ഈസ് ഫ്രം 0 to F1. ഓക്കെ, 0 to F1 ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? 20 log AOL. അതായത് ഓപ്പൺ ലൂപ്പ് ഗെയിനിന് 20 ലോഗറിതമിക് വാല്യൂ ആയിരിക്കും 0 മുതൽ F1 വരെ. അത് ഏറെക്കുറെ സ്റ്റേബിൾ ആയിരിക്കും. ദെൻ അറ്റ് F1 എന്ത് സംഭവിക്കും? ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി എത്തുമ്പോൾ ഒരു പോളിൻ്റെ ഇഫക്റ്റ് വരും. അതായത് ഒരു R0C പെയർ കാരണം ഒരു പോള് ഇൻട്രൊഡ്യൂസ് ആവും. സോ ആ ഒരു പോളിൻ്റെ എഫക്റ്റ് കാരണം എന്ത് സംഭവിക്കും? ദ ഗെയിൻ റെഡ്യൂസസ് ബൈ 3 dB. ഓക്കെ, സോ -3 dB ഫോൾ ഉണ്ടാവും. ഗെയിൻ റെഡ്യൂസസ് ബൈ 3 dB. സോ ദിസ് F1 ഇസ് കോൾഡ് ദി കോർണർ ഫ്രീക്വൻസി. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയി കാണും. കോർണർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്രേക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദ പെർട്ടിക്കുലർ ഫ്രീക്വൻസി വിത്ത് വിച്ച് ദ ഗെയിൻ ഡ്രോപ്സ് ബൈ 3 dB. ഓക്കെ, സോ ഇതാണ് കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് ഫോർ F ഗ്രേറ്റർ ദാൻ F1, അതായത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു -20 dB വെച്ചിട്ട് ഗെയിൻ കുറയും. ദ ഗെയിൻ റോൾസ് ഓഫ് ബൈ -20 dB per decade. ഇത് ഒരൊറ്റ കോർണർ ഫ്രീക്വൻസിയിൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ തന്നെ ഫേസ് റെസ്പോൺസ് നോക്കിയേ. അറ്റ് 0 ഫ്രീക്വൻസിയിൽ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? 0 ഫ്രീക്വൻസിയിൽ ദ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 0. ആൻഡ് ആസ് ദി ഫ്രീക്വൻസി ഇൻക്രീസസ് ടുവേർഡ്സ് F1, അറ്റ് കോർണർ ഫ്രീക്വൻസി എത്തുമ്പോഴത്തേനും ഗെയിൻ ഫേസ് പതുക്കെ ഡ്രോപ്പായി കോർണർ ഫ്രീക്വൻസി എത്തുമ്പോഴത്തേനും ദ ഫേസ് റീച്ചസ് -45 ഡിഗ്രി. -45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ലാഗിങ് ഫേസ് ആണ്. ഓക്കെ,
സോ ഒരു -45° ഫേസ് ആവും. വീണ്ടും ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ ആഫ്റ്റർ ദ കോർണർ ഫ്രീക്വൻസി ദ ഫേസ് റെഡ്യൂസസ് ആൻഡ് ഓൾമോസ്റ്റ് അത് ഏത് വാല്യൂയിലേക്ക് അപ്രോച്ച് ആവും, -90°യിലേക്ക് അപ്രോച്ച് ആവും. മാക്സിമം അത്രയും ഫേസ് ചേഞ്ച് വരെ നമുക്ക് ഒരു സിംഗിൾ കപ്പാസിറ്റർ വെച്ചിട്ട് ഒരു ഒപ്പാമ്പിനകത്ത് വരത്തുള്ളൂ. സിംഗിൾ കപ്പാസിറ്ററിൽ മാക്സിമം -90° ലാഗ് വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ലാഗിങ് ഫേസ് വരുന്നത് കപ്പാസിറ്റർ കോമ്പോണൻ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലാഗിങ് ഫേസ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഫ്രീക്വൻസി ആൻഡ് ഫേസ് റെസ്പോൺസ്. അപ്പോൾ ഇത് നമ്മൾ ഒരൊറ്റ കോർണർ ഫ്രീക്വൻസിയുടെ കേസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. സപ്പോസ് ഒന്നിൽ കൂടുതൽ കോർണർ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കുള്ള ഇക്വേഷൻ എന്താണ്, A = ഓപ്പൺ ലൂപ്പ് ഗെയിൻ AOL / 1 + J × F/F1. ഇതാണ് നമ്മുടെ കയ്യിരിക്കുന്ന ഗെയിൻ ഇക്വേഷൻ ഫോർ എ സിംഗിൾ കോർണർ ഫ്രീക്വൻസി. സോ ഇതിൽ എഫ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, എഫ് എന്ന് പറയുന്നത് 2πf എന്ന് പറയുന്നത് ഒമേഗയും ω1 എന്ന് പറയുന്നത് എന്തായിരിക്കും 2πf1 ആണല്ലേ. അപ്പോൾ F/F1 നമുക്ക് എങ്ങനെ എഴുതാം, F/F1 എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ω/ω1 അല്ലേ. 2π കട്ട് ചെയ്തു പോവും. സോ F/F1 എന്ന് പറയുന്നത് ω/ω1 നമുക്ക് എഴുതാം. സോ ഞാൻ ആ ഇക്വേഷനിലോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണ് ഇതിനെ. A = AOL / 1 + J × ω/ω1. LCM എടുത്താൽ എന്ത് സംഭവിക്കും, A will be equal to AOL ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻറ്റു ω1 / J ω + ω1 എന്ന് വരും. LCM എടുത്തു, ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്തു പോയി. ഇവിടെ J ω എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ എസ് ഡൊമെയിനിൽ പഠിച്ചിട്ടുണ്ടാവും. എസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് J ω. S = J ω. സോ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, S = J ω ഇട്ട് കൊടുത്താൽ ഈ ഇക്വേഷൻ ബിക്കംസ് A = ഓപ്പൺ ലൂപ്പ് ഗെയിൻ AOL × ω1 / S + ω1. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നിയർലി ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ ന്യൂമറേറ്റർ പോളിനോമിയൽ ആൻഡ് എ ഡിനോമിനേറ്റർ പോളിനോമിയൽ. ന്യൂമറേറ്റർ = 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന വാല്യൂസാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ 0 ലൊക്കേഷൻസ് എന്ന് പറയും. അതേപോലെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ പോളിനോമിയലിനെ = 0 കൊടുത്താൽ വി ഗെറ്റ് ദ പോൾ ലൊക്കേഷൻ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, S + ω1 ആണല്ലേ. സോ S + ω1 = 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ വി ഗെറ്റ് എ പോൾ അറ്റ് S = -ω1. അപ്പോൾ ഒരു കോർണർ ഫ്രീക്വൻസി ഉള്ള ഒരു ഒപ്പാംപ് സർക്യൂട്ടിൻ്റെ പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, -ω1-ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു സിംഗിൾ കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്. ഇതേപോലെ ഒത്തിരി കപ്പാസിറ്റീവ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി കോർണർ ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യാം, ദ ഗെയിൻ A will be equal to ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻറ്റു സപ്പോസ് 3 കോർണർ ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ ω1 × ω2 × ω3 ഡിവൈഡഡ് ബൈ 3 കോർണർ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ 3 പോൾസിൻ്റെ ലൊക്കേഷനാണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരും, S + ω1 × S + ω2 × S + ω3. ഓക്കെ, സോ ദ പോൾ ലൊക്കേഷൻസ് എവിടെയൊക്കെ ആയിരിക്കും, പോൾസ് അറ്റ് S = -ω1 ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി, -ω2 സെക്കൻഡ് കോർണർ ഫ്രീക്വൻസി, ദെൻ അറ്റ് -ω3 തേർഡ് കോർണർ ഫ്രീക്വൻസി. ഇങ്ങനെ 3 കോർണർ ഫ്രീക്വൻസീസിലായിരിക്കും പോൾസ് വരുന്നത്. അപ്പോൾ 3 കോർണർ ഫ്രീക്വൻസി വരണമെങ്കിൽ അവിടെ എത്ര റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ കാണണം, 3 എണ്ണം കാണണം. ഫസ്റ്റ് ω1 ഡ്യൂ ടു R1 C1, രണ്ടാമത്തെ ω2 ഡ്യൂ ടു R2 C2, മൂന്നാമത്തെ ω3 ഡ്യൂ ടു R3 C3. ഓക്കെ, അപ്പോൾ ഒരു RC പെയറാണ് ഒരു പോള് ഉണ്ടാക്കുന്നത്. സോ 3 കോർണർ ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ അവിടെ 3 RC നെറ്റ്വർക്ക് ഉണ്ടാവണം. അപ്പോൾ അത് വെച്ചിട്ടൊരു 3 കോർണർ ഫ്രീക്വൻസി ഉള്ള ഒരു ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി കർവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, ഫസ്റ്റ് RC പെയർ സേ ഫോർ എക്സാമ്പിൾ R1 C1 കാരണം എന്ത് ചെയ്യാണ്, ഗെയിൻ ഇപ്പോൾ ഇവിടെ നമ്മൾ 90 dB ഗെയിനായിട്ട് അസ്യൂം ചെയ്ത് വരച്ചേക്കുകയാണ്. സോ ഫസ്റ്റ് 0 മുതൽ F1 വരെ എന്ത് സംഭവിക്കുന്നു, ഗെയിൻ 90 dBയിൽ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. അറ്റ് ദി ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി ഇവിടെയാണ് ഫസ്റ്റ് R1 C1 നെറ്റ്വർക്കിൻ്റെ
പോൾ വരുന്നത്. സോ ദ ഗെയിൻ റെഡ്യൂസസ് ബൈ എത്രയാ, ഒരു പോൾ ഉണ്ടെങ്കിൽ ഗെയിൻ ഡ്രോപ്സ് ബൈ -20 dB per decade. സോ ദ ഗെയിൻ ഡ്രോപ്സ് ബൈ -20 dB. ദെൻ അറ്റ് F2 രണ്ടാമത്തെ കോർണർ ഫ്രീക്വൻസി എത്തുമ്പോഴത്തേനും എഗെയിൻ ദ സെക്കൻഡ് RC പെയർ R2C2 കം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ വീണ്ടും R2C2 കാരണം വീണ്ടും എന്ത് ചെയ്യണം, ഒരു -20 dB കുറയണം. അപ്പോൾ ഓൾറെഡി ഒരു -20 dB ഫോളിലാണ് കർവ് വന്നുകൊണ്ടിരുന്നത്. വീണ്ടും ഒരു -20 dB ആകുമ്പോഴത്തേനും ഇഫക്റ്റീവ് റോൾ ഓഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വിൽ ബിക്കം -40 dB per decade. അതായത് റോൾ ഓഫ് അഡിറ്റീവായിട്ട് വരും. ഓരോ RC പെയർ വരുമ്പോഴും ഓരോ -20 dB ആഡ് ചെയ്ത് വരും. ഇനി അറ്റ് തേർഡ് കോർണർ ഫ്രീക്വൻസി F3 എത്തുമ്പോഴത്തേന് മൂന്നാമത്തെ RC പെയർ R3C3 കം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ ഓൾറെഡി -40 dBയിൽ വന്നിരുന്നത് വീണ്ടും ഒരു RC നെറ്റ്വർക്ക് കൂടെ വരുമ്പോൾ എക്സ്ട്രാ വീണ്ടും ഒരു -20 dB വരും. സോ ദ ഗെയിൻ ഡ്രോപ്സ് ബൈ -20. സോ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിട്ട് കുറയും, -60 dB per decade ആയിട്ട് കുറയും. അപ്പോൾ ഓരോ കോർണർ ഫ്രീക്വൻസി എത്തുമ്പോഴും ഗെയിൻ -20 dB വെച്ച് കുറയും. RC നെറ്റ്വർക്ക് ആഡപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പ്രീവിയസ് റോൾ ഓഫിൻ്റെ കൂടെ പുതിയ -20 dB റോൾ ഓഫ് കയറി അഡിറ്റീവായിട്ട് കുറഞ്ഞു വരും. ഓക്കെ, സോ ഇവിടെ ഓരോ RC പെയർ ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോഴും മാക്സിമം ഒരു RC നെറ്റ്വർക്കിന് ഉണ്ടാക്കാൻ പറ്റുന്ന ലാഗിങ് ഫേസ് എന്ന് പറയുന്നത് അപ് ടു -90 ഡിഗ്രി വരെ പറ്റത്തുള്ളൂ. മാക്സിമം -90 ഡിഗ്രി ലാഗിങ് ഫേസ് വരെ ഒരു RC നെറ്റ്വർക്കിന് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഐഡിയൽ റെസ്പോൺസ് ആണെങ്കിൽ ഫ്ലാറ്റ് ഗെയിൻ ആയിരിക്കും. അതായത് ഏത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനും ഗെയിൻ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ പ്രാക്ടിക്കലി ഓരോ കോർണർ ഫ്രീക്വൻസിയിലും എന്ത് ചെയ്യും, -20 dB per decade വെച്ചിട്ട് ഗെയിന് കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഗെയിൻ റോൾസ് ഓഫ് ബൈ -20 dB per decade. ഓക്കെ, സോ അത് പ്രാക്ടിക്കൽ ഒപ്പാമ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗെയിൻ റോൾ ഓഫ് എന്ന് പറയുന്നത്. താങ്ക് യു.